പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യം എന്നത് എത്ര സുന്ദരമായ പദമാണ്. അടിമത്തം എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ് കുമാരനാശാൻ ദുരവസ്ഥ എന്നതിൻ്റെ കൃതിയിൽ കൂടി പാടിയത്. നമ്മിൽ ആരും തന്നെ ഒരു അടിമയായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഒരു കാര്യം നോക്കുക, നാം എല്ലാവരും യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ? രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മെയും മറ്റുള്ളവരെയും നാം ഒന്ന് വ്യക്തമായി നിരീക്ഷിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായിരിക്കുന്നൊരു കാര്യമുണ്ട്. നാം എല്ലാവരും അടിമകളായി മാറിയിരിക്കുന്നു. ജീവിതശൈലി, ചുറ്റുപാടുകൾ, കീഴ്വഴക്കങ്ങൾ, കാരണമില്ലാത്ത വിശ്വാസങ്ങൾ, ഇവയിൽ ചിലതോ അഥവാ എല്ലാം കൂടെ ചേർന്നോ നമ്മെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. അഥവാ ബൈബിളിൻ്റെ വിവക്ഷയിൽ പാപം എന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചിരിക്കുന്നു. എവിടെയാണ് അതിനുള്ള വിടുതൽ? ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ദൗത്യ പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും, പുതിയ നിയമത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളും ക്രിസ്തു എന്ത് ഇവിടെ നിവർത്തിക്കുവാൻ പോകുന്നു എന്ന് കൃത്യമായി പറയുന്നു. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ഇരുന്നു. എളിയവരോട് താൻ ഘോഷിക്കുന്ന സത്വർദ്ധമാനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവരുടെ വിടുതൽ തന്നെയാണ്. യേശു നൽകിയ രോഗശാന്തിയും അനീതികളുടെ മധ്യത്തിലുള്ള മുഖം നോക്കാത്ത നടപടികളും ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ സുവർണ ഏടുകൾ തന്നെയാണ്. എല്ലാറ്റിലും ഉപരിയായി എല്ലാ അടിമകളെയും വിലയ്ക്ക് വാങ്ങുവാനുള്ളതായിരിക്കുന്ന വില കാൽവറിയിൽ തൻ്റെ രക്തം കൊണ്ട് അവൻ കൊടുത്തു തീർക്കുകയും ചെയ്തു. ഇതാണ് പുത്രൻ നമുക്ക് നൽകിയതായിരിക്കുന്ന സ്വാതന്ത്ര്യം. അവൻ നമ്മെ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രരായി വിട്ടയക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം നേടുന്നത് പോലെ പ്രധാനമാണ് അത് നിലനിർത്തുക എന്നത്. ഒരു വ്യക്തി അടിമയായിത്തീരുന്നതിന് പല കാരണങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, താൻ അടിമയായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് സ്വയം നിയന്ത്രണ അധികാരം ഇല്ല. എന്നാൽ താൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ അവന് നിയന്ത്രണ അധികാരം ഉണ്ട്. വേണമെങ്കിൽ കാപട്യം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ഇറങ്ങി തൻ്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടും പണയം വയ്ക്കാം. അല്ലെങ്കിൽ തനിക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന യജമാനെ വിട്ട് താൻ മറ്റെങ്ങും പോവുകയില്ല എന്ന് അവന് സ്വയം തീരുമാനിക്കാം. ബൈബിളിലെ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയൊരു ചടങ്ങ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് എന്തെന്നാൽ, സ്വാതന്ത്ര്യം നേടിയതായിരിക്കുന്ന ഒരു അടിമ താൻ തൻ്റെ യജമാനെ വിട്ട് പോവുകയില്ല എന്ന് എടുക്കുന്നതായിരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. തൻ്റെ കാത് യജമാനൻ്റെ വീടിൻ്റെ കട്ടിളപ്പടിമേൽ ചേർത്ത് തുളച്ച് അവൻ ആ പ്രതിജ്ഞ എടുക്കുകയാണ്. താൻ സ്വമേധയാ തൻ്റെ യജമാനൻ്റെ ദാസനായിരിക്കും എന്നതാണ് അത്. തൻ്റെ സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കുവാൻ തനിക്കുള്ള ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഒരു മാർഗമാണ് അത്. റോമാലേഖനം 6:18 ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യം നേടി നിങ്ങൾ ക്രിസ്തുവിന് ദാസന്മാരായിരിക്കുക. കൂടാതെ പത്രോസ് എഴുതാതിരിക്കുന്ന 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലും പറയുന്നു: സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായും ഇരിപ്പിൻ. ചുരുക്കി പറഞ്ഞാൽ, സ്വാതന്ത്ര്യം നേടി ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുക. ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതാണ്. ഈ സ്വാതന്ത്ര്യം നഷ്ടമാക്കാതെ നാം ക്രിസ്തുവിൻ്റെ മക്കളെന്ന പദവിയിലും പ്രാഗൽഭ്യത്തിലും ജീവിക്കുക,
അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയി EV.